ചുള്ളിയല്ലേ? ഭയങ്കര കട്ടുറുമ്പാ. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു തേൻ എടുക്കാനായിട്ട് പോകണേ, കാട്ടുതേൻ. അപ്പോൾ ഒരു തേൻ അവിടെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്കുള്ള കാടിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ശബ്ദങ്ങളും എല്ലാം വീഡിയോയിൽ ഉണ്ടായിരിക്കും കേട്ടോ. നമ്മളെ പട്ടിക്കുട്ടന്മാരും നമ്മുടെ അടുത്ത് വരുന്നുണ്ട്, രണ്ടുപേരും. അവന്മാർ പിന്നെ എവിടെ പോലും ഉണ്ട്. ഇതുകൊണ്ട് ഒരാളിരിക്കുന്നത് ഒരു തത്തയാണ്. നമ്മൾ പുതിയ ക്യാമറ ഒക്കെ മേടിച്ചായിരുന്നു, അപ്പോൾ നല്ല ലെൻസും മേടിച്ചു കേട്ടോ. അപ്പോൾ അകലെയുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് സൂം ചെയ്തെടുക്കാനായിട്ട് പറ്റും. കേട്ടില്ലേ, കറുത്തുകൊണ്ടുള്ള തത്ത. ഇതപ്പുറത്ത് വേറെ രണ്ടെണ്ണം ഇരിപ്പുണ്ടേ. ഇത് രണ്ടും വെറൈറ്റി കളറാണ് കേട്ടോ. തലയ്ക്ക് നോക്കി രണ്ടിൻ്റെയും കളർ വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് ദൂരെയുള്ള നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത ദൃശ്യങ്ങൾ വരെ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിനി അടുത്ത കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. പനി പിടിച്ചായിരുന്നു കേട്ടോ, അപ്പോൾ സൗണ്ട് കയറിയ പ്രശ്നമുണ്ടേ. പിന്നെ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ പ്രകൃതിയുടെ ശബ്ദങ്ങളായിരിക്കും കേൾക്കുന്നത്. നമ്മുടെ കാടിൻ്റെ സൗണ്ടും ഒക്കെ ആയിരിക്കും വീഡിയോ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ചീവിട് കയറുന്നതും കിളികളുടെ സൗണ്ടും ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും വീഡിയോ ഉള്ളത്. ഇതുകൊണ്ട് കാട്ടുചെത്തിപ്പൂക്കളാണ്. ഇതുകൊണ്ടൊരു മരം നിൽക്കുന്നത്, ഇതാട്ടോ പുന്നമരം. നിറച്ച് കായാണ്. ഇതിൻ്റെ കായ നമുക്ക് കഴിക്കാൻ കൊള്ളത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷികളെ കഴിക്കാറുണ്ടേ, തത്തയും ഒക്കെ കഴിക്കാറുണ്ട്. ഇത് എന്തോരം കായെന്ന് വെച്ചിരിക്കുന്നത്. ഇലയില്ലാതെ കായ കഴിക്കും. പിന്നെ പൂക്കുമ്പോഴും നല്ല രസമാണ് കാണാനായിട്ട്. ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല രസമാണ്. ഇല കാണത്തില്ല, നിറയെ മഞ്ഞ പൂക്കളായിട്ട് നിൽക്കും. അടിപൊളിയാണ്. ഇതുണ്ടോ, നമ്മുടെ കിളച്ചുമലയുടെ ഷേപ്പ് ഉണ്ടോ? കറക്റ്റ് ഒരു ആന നിൽക്കുന്നതിന് തോന്നുമല്ലേ. ഈ മലയുടെ രണ്ട് ഭാഗത്തും വെള്ളമാണേ. നമുക്ക് ഡാമിൽ നിന്ന് നോക്കിയാലും കാണുന്ന ഈ മലയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും കൂടുതലായിട്ട് ഈ മല കാണാറുണ്ട് വീഡിയോയിൽ. ഇതുകൊണ്ട് വെട്ടി എന്ന മരത്തിൻ്റെ കായാണ്. കല്ലുവെട്ടിയോ കരിവെട്ടിയോ അങ്ങനെയാണ് അതിൻ്റെ പേര് കേട്ടോ. കഴിക്കാനൊന്നും കൊള്ളത്തില്ലേ, ഒരു ഞാവൽപ്പഴമൊക്കെ പൊടിപ്പിക്കും. ഇത് നമുക്കിവിടെ നോക്കിയാൽ ഡാം കാണാവേ. കുറച്ചും കൂടെ മുകളിലേക്ക് ഇറങ്ങി നല്ല രീതിക്ക് തന്നെ ഡാം കാണാൻ പറ്റും കേട്ടോ. നമുക്ക് സമയമില്ലാതെ കയറുന്നില്ല. ഇതുകൊണ്ട് ഇത് വേറൊരു വെട്ടിപ്പഴമാണ്. ഇതിൻ്റെ പേര് വെട്ടിയെന്നാട്ടോ. ഇത് കഴിക്കാൻ കൊള്ളാമെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ഞാൻ കഴിച്ചിട്ട് വലിയൊരു ടേസ്റ്റൊന്നും തോന്നിയില്ല. ഇതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന നിരപ്പായിട്ടുള്ള സ്ഥലം കണ്ടോ. ഇതൊരു പെരത്തറയായിരുന്നേ. ഇതൊരു 50 വർഷം മുമ്പ് ഇവിടെ ആൾക്കാർ താമസിച്ചിരുന്നു കേട്ടോ. ഇവിടെ ഫുൾ ആളായിരുന്നേ. അത് കഴിഞ്ഞിട്ട് തന്നെ വനമായി പോയതാണ്. ഡാം പണിയാൻ നേരത്തെ കുടിയിറക്കി വിട്ടായിരുന്നില്ല. എൻ്റെ കല്ലൊക്കെ ഇവിടെ ഉണ്ട്, കാണിച്ചു തരാവേ. അതുകൊണ്ട് കല്ല് കാണോ, തറയുടെ കല്ലാണ് കിടക്കുന്നത്. ഇതെല്ലാം മണ്ണ് വെച്ചുള്ള വീടുകളായിരുന്നേ. മണ്ണും പുല്ല് ഒക്കെ വെച്ചുള്ള വീടുകളായിരുന്നു മൊത്തം. ഇതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം കുറേ കാണാൻ പറ്റും കേട്ടോ പെരത്തറ. നമുക്കിവിടെ കാട്ടിൽ കൂടുതലായിട്ടും കാണാൻ പറ്റുന്ന ഈ ഒരു സാധനം കേട്ടോ. ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ലേ. ഇവിടെ എവിടെയോ കേട്ടോ അപ്പോൾ അത് ഞാൻ കണ്ടത്. തപ്പിക്കൊണ്ടിരിക്കുകയാണേ, കറക്റ്റ് എവിടെയാണെന്ന് പിടി കിട്ടുന്നില്ല. അങ്ങനെ തപ്പി ലാസ്റ്റ് തേൻ കണ്ടുപിടിച്ചേ.
ഇതുകൊണ്ട് പഴയൊരു ചെതൽപ്പൂറ്റാണേ, അതിനകത്തോട്ട് തേനിരിക്കുന്നത്. ഈച്ച വന്ന് കയറും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ തേൻ കണ്ടുപിടിക്കാൻ വലിയ പാടാണ് കേട്ടോ. നമ്മൾ ഈ കറക്റ്റ് സ്ഥലം നോക്കിയല്ല കണ്ടുപിടിക്കുന്നത്. ഈച്ച വന്ന് പോകുന്നത് നോക്കുക കേട്ടോ. അത് കുറച്ച് ദൂരം നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാണുന്നത്. അപ്പോൾ ഈച്ച നല്ല രാവിലെ നോക്കിക്കഴിഞ്ഞാൽ ഈച്ച വന്ന് വീഴുന്ന കാണാൻ പറ്റും നമുക്ക്. ചെറിയ വെയിലുള്ള സമയത്താണ് തേൻ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈച്ച ഇങ്ങനെ തിളങ്ങി കാണാനായിട്ട് പറ്റുമേ. തേനിങ്ങനെ കിളച്ച് മാന്തി എടുക്കണം. നല്ലപോലെ കുത്തുണ്ടേ. അമാര് സേഫായിട്ട് മാറി നിൽക്കുക കേട്ടോ. ഫുള്ള് കാപ്പിയാണേ. ഇത് പഴയ ആൾക്കാർ നട്ടു വെച്ചിരുന്ന കാപ്പിയില്ലേ, അതിൻ്റെ കുരുവണ്ണ് മുളയ്ക്കുന്ന നട്ടോ. ഇങ്ങനെ ഫുള്ള് ആയി കിടക്കുക. അങ്ങനെ അവസാനം നമ്മളിതാ തേൻ കണ്ടു തുടങ്ങി. തുള്ളിയുണ്ടോ? തുള്ളിയുണ്ടല്ലേ? ഇത് പുതിയ തേനാണ് കേട്ടോ. പുതിയതെന്ന് വെച്ചാൽ ഈ വർഷം കൂടിയ തേനാണേ. പഴയ തേനാണ് കറുത്തിരിക്കും. ഇതിൻ്റെ റാതലില്ലേ, അത് കറുത്തിരിക്കും കേട്ടോ. പുത്തൻ തേനാണ്. നല്ല തൊള്ളിയാണ് കേട്ടോ. നല്ല വെളുത്തിരിക്കുന്നുണ്ടല്ലോ. ഫുള്ള് തൊള്ളിയാന്ന് തോന്നുന്നു. കിട്ടിയോ? ഈ ചെതൽപ്പൂറ്റിൻ്റെ ആകെ നല്ല മിനുസമാണല്ലോ. അതുകൊണ്ടാട്ടോ തേൻ ഇങ്ങനെ പിടിപ്പിച്ച് വെക്കുന്നത്. പിന്നെ ചുമ്മാ വെള്ളം മുടക്കാത്തൊന്നും തേൻ കൂടത്തില്ലേ. ഇത് പൊട്ടിപ്പോകാതുകൊണ്ടേ വളരെ ശ്രദ്ധയോടെ എടുക്കാനായിട്ട്. അല്ലെങ്കിൽ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തൊള്ളിയെല്ലാം പോകും കേട്ടോ. തുള്ളിയല്ലേ? അതുകൊണ്ട് നല്ല ഫ്രഷ് തേന് കേട്ടോ. ഇടയ്ക്ക് കട്ടുറുമ്പുണ്ടേ. ഈ തേൻ നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കഴിക്കാൻ പാടില്ല കേട്ടോ, കാട്ടി വെച്ച്. കാരണം നമ്മുടെ നെറുകന്തേലെ കയറുമെന്ന് പറയുന്നത്. വെള്ളമൊന്നും ഇല്ലെങ്കിൽ പാടാണ്. പിന്നെ അതുകൊണ്ട് കഴിക്കാൻ പാടില്ല കാട്ടി വെച്ച്. പിന്നെ ഫ്രഷായിട്ട് കഴിക്കുന്നതിന് ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ കുപ്പിക്കകത്തൊക്കെ വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവുകയാണ്. ഇതിൻ്റെ ഈ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയൊക്കെയാണ് ഇപ്പോൾ എടുക്കുന്നത്. കണ്ടോ, ഇനിയും അങ്ങോട്ട് റാതിലിരിക്കുവാണേ. ചില തേനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടല്ലോ ഒരു 10 കിലോ എങ്ങനെ തേൻ കിട്ടുമേ. ഇത് പക്ഷേ അത്രയൊന്നും ഇല്ല. ചില മരത്തിൻ്റെ പൊത്തിയിൽ നിന്നൊക്കെ എടുക്കുന്ന തേനുണ്ടല്ലോ, നമ്മുടെ ഈ കൈയുടെ നീളത്തിൽ ഇരിക്കും കേട്ടോ റാതലൊക്കെ. പണ്ടൊക്കെ അങ്ങനെ തേനെടുത്തിട്ടുണ്ടേ. ഉണ്ടല്ലോ തിരി നോക്കി പിന്നെ അങ്ങോട്ട് റാതിലിരിക്കും കേട്ടോ. അടങ്ങി ഇരിക്കണേ. ഭയങ്കര കട്ടുറുമ്പാ. മൊത്തം ഉറുമ്പ അടിച്ച് നാശമാക്കി.
ഇതുകൊണ്ട് ഇനി അങ്ങോട്ട് ചെറുതായിട്ട് വരും അതിന്. തേൻ തീർന്നിട്ടില്ല കേട്ടോ, ഇനി അങ്ങോട്ട് ഇരിക്കുവാണേ. ഈച്ച എല്ലാം കൂടെ ഇളയിട്ടുണ്ട്. തീർന്നോ? അതുകൊണ്ട് നമുക്ക് ഒറ്റ കൂട്ടിൽ നിന്ന് കിട്ടിയ തേനാണ്. ഏകദേശം ഒരു 4 കിലോയ്ക്ക് വരും. ഇതുകൊണ്ട് ഈ സാധനമായിട്ട് ഇരുന്ന് കാറുന്നത് ചീവീട്. ഇതൊരു വെറൈറ്റി ഇനമാണ്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഇത് കൂട്ടല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മളെ കാട്ടിൽ കാണുന്നത് ഇത് കൂട്ടിനെയാണ്. നല്ല കളറൊക്കെയാണ്. അപ്പോഴേ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോകണേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം കേട്ടോ. ഓക്കെ.